ഗുരുവായൂർ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വന്ന് തൊഴാൻ വന്നു. ആ സമയം ഞാൻ ഭഗവാനോട് പറഞ്ഞ വിഷയം എനിക്ക് ഒരാളെ സെറ്റ് ചെയ്ത് എൻ്റെ വീട്ടുകാരാലോചിച്ചൊരു കല്യാണം നടത്തി തരണോ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി ഓക്കെ ആയി. അവിടെ ഉണ്ടായിരുന്നു ഈ വിച്ച് അങ്ങനെ പ്രപ്പോസ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ വന്ന് ആലോചിക്കും നേരെ ഡയറക്റ്റ്, എന്നിട്ട് വീട്ടുകാർ തീരുമാനിക്കട്ടെ, നാളുമൊക്കെ നോക്കി ആ ചടങ്ങിൽ തീരുമാനിക്കട്ടെ. ഓക്കെ ആയിരുന്നു എല്ലാം. അങ്ങനെ കല്യാണമൊക്കെ ആലോചിച്ചു ഞങ്ങൾ ഇപ്പം കല്യാണം കഴിച്ചു. 2 വർഷം വിഖ്യാത സമജവര ഗമന സമജവര ഗമന സമജവര ഗമന. ഒരു സമയത്ത് പോലും മിണ്ടാതിരിക്കാൻ അറിയത്തില്ല. എപ്പോഴും ഇങ്ങനെ മിണ്ടിക്കോണ്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. ഞാനിപ്പോ വന്നിട്ട് 1 ഇയർ, പക്ഷെ ഞങ്ങളുടെ മാരേജ് ആയതുകൊണ്ട് എനിക്ക് 8 വർഷമായിട്ട് അവനെ പരിചയമുണ്ട്. അപ്പോ നല്ല പയ്യനാണ്, ഒരു കുഴപ്പമില്ല. എനിക്ക് നേരിട്ടറിയില്ല, ചിന്നു പറഞ്ഞത് വെച്ചിട്ട് അവൻ നല്ല ജെന്യുവിൻ പേഴ്സണാലിറ്റി. അത് തന്നെ ബ്ലെസ്സിങ് അവൾക്ക്. എല്ലാരും നല്ല ഹാപ്പി ആക്കുന്ന അവളാ ഞങ്ങളുടെ വീട്ടിൽ. ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്, ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഒത്തിരി പ്രതീക്ഷയുണ്ട്. അതുപോലെ നടക്കട്ടെ. ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ആ ഒരു ലൈഫ് അവന് എപ്പോഴും അങ്ങനെ സന്തോഷത്തോടു കൂടി കിട്ടട്ടെ. അവൾക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പയ്യനെ തന്നെയാണ് അവൾക്ക് ജീവിതപങ്കാളിയായിട്ട് കിട്ടിയത്. എന്റെ ചേച്ചി അമ്മേനെ അവർക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. അവര് സന്തോഷമായിട്ട് ജീവിക്കട്ടെ, നല്ലപോലെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. വെള്ളിനിലാ തുള്ളികളോ കൺപീലിയിൽ തെല്ലലിയും ചന്ദനമോ പുൻതൂവലിൽ വിലോലമാം പൂമഞ്ഞിൻ തലോടലായി പാടാൻ വാ ഏതോ പ്രിയഗീതം. വെള്ളിനിലാ തുള്ളികളോ